അതിൽ സ്പെഷ്യലായിട്ട് ഇൻസെക്യൂരിറ്റിയെക്കുറിച്ച് ഒന്നുകൂടെ നോക്കാൻ പോകണം. ഓക്കെ, ആളുകൾക്ക് പലതരം ഇൻസെക്യൂരിറ്റിയാണ്. അതായത് എൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കുമുള്ള ഇൻസെക്യൂരിറ്റി, എനിക്ക് ഹൈറ്റില്ല എന്നുള്ള ഇൻസെക്യൂരിറ്റി, എൻ്റെ ശബ്ദം കൊള്ളത്തില്ല, ആർക്കും ഇഷ്ടപ്പെടാത്ത ശബ്ദമാണ്, എൻ്റെ സ്വഭാവം എന്താണ്, എൻ്റെ സ്വഭാവം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ സ്വഭാവത്തിന് ആരോട് ഫ്രണ്ട്ഷിപ്പ് പോലും ആക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഗേൾസിനോടൊന്ന് മിണ്ടാനൊക്കെ പറ്റുമായിരിക്കും, ഒന്ന് ഫ്രണ്ട്ഷിപ്പായിട്ട് മാറ്റാൻ പറ്റുന്നില്ല, എനിക്ക് മിണ്ടാനേ അറിയത്തില്ല ഗേൾസിനോട്, എൻ്റെ കണ്ണ് കോങ്ങണ്ണാണ്, എന്ത് ചെയ്യും, ഭംഗിയില്ല, ഞാൻ ഇൻട്രോവേർട്ടാണ്, എൻ്റെ ശബ്ദം കൊള്ളൂല, എനിക്ക് താടിയില്ല, ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെടുമെന്നുള്ള ഇൻസെക്യൂരിറ്റി, ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് നല്ല വണ്ണമുണ്ട്, നല്ല തടിയുണ്ട്, അതിൻ്റെ ഇൻസെക്യൂരിറ്റി, പൊക്കമില്ല, ഞാൻ ഹാൻഡിക്യാപ്പാണ്, ഞാൻ മെലിഞ്ഞിരിക്കുവാണ്, ഇൻസെക്യൂരിറ്റി, ഓക്കെ. പിന്നെ വേറെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, എല്ലാവർക്കും മെയിനായിട്ടുള്ളതാണ്. മറ്റുള്ളവർ എൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയ എന്ത് ചെയ്യും, ഇപ്പോൾ ഞാൻ പറയാം, വല്ല പോൺ അഡിക്ഷനോ അല്ലെങ്കിൽ വല്ല മാസ്റ്റർബേഷനോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ എൻ്റെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞ എന്ത് ചെയ്യുമുള്ള ഇൻസെക്യൂരിറ്റി. ഇതുപോലെ ഇൻസെക്യൂരിറ്റി പല ടൈപ്പുണ്ട്. അപ്പം എല്ലാ കാര്യവും പെർഫെക്റ്റായിട്ട് ചെയ്യണം, പെർഫെക്റ്റായിട്ട് ചെയ്താൽ അതിൻ്റെ ഉള്ള ഇൻസെക്യൂരിറ്റി, ഓക്കെ, പെർഫെക്റ്റായിട്ട് ഇതിലെ ആളുകൾ എന്ത് പറയും, അവരെന്തുമായിരിക്കും വിചാരിക്കുന്നത്, ഇതുപോലുള്ള ആയിരക്കണക്കിന് ഇൻസെക്യൂരിറ്റി. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞാലും തന്നെ വീണ്ടും പറയണം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റികൾ ഇനി വരും. ഇപ്പോൾ ഉള്ളത് മാറ്റിയാലും നാളെ വേറെ ഇൻസെക്യൂരിറ്റി വരും, ഓക്കെ. അപ്പോൾ നിങ്ങളതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം നിങ്ങൾ അറിഞ്ഞിരിക്കണം, മനസ്സിലായി? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് 2 തരത്തിലുള്ള ഇൻസെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. ഇത്രയും ഇൻസെക്യൂരിറ്റിയെക്കുറിച്ച് ഞാൻ പറഞ്ഞെങ്കിലും ലോകത്ത് 2 ഇൻസെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. ഒന്ന് മാറ്റാൻ പറ്റുന്ന ഇൻസെക്യൂരിറ്റി, അതായത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇൻസെക്യൂരിറ്റി, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഇൻസെക്യൂരിറ്റി, ഓക്കെ. അതിനെ രണ്ടിനെയും കുറിച്ച് ഇവിടെ നോക്കാം. അപ്പോൾ മാറ്റാൻ പറ്റുന്ന ഇൻസെക്യൂരിറ്റി പറയാം, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഓക്കെ. അതായത് നിങ്ങൾ പറയുകയാണ് എനിക്ക് കോൺഫിഡൻസ് ഇല്ല, അത് മാറ്റാൻ പറ്റുമല്ലോ. കോൺഫിഡൻസ് വരാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതൊക്കെ ചെയ്യുമ്പോൾ കോൺഫിഡൻസ് വരും. നിങ്ങൾ നല്ല മെലിഞ്ഞിരിക്കുകയാണ്, ഓക്കെ, അതായത് മെലിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ജിമ്മിൽ പോകണം, വർക്കൗട്ട് ചെയ്യണം, അതായത് നിങ്ങൾ ആക്ഷൻ എടുത്തേ പറ്റും, ഓക്കെ. ഇതാണ് റിയാലിറ്റി. നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കണം. നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കണം. ഇതാണ് ലോകം നിങ്ങളോട് പറയുന്നത്. ലോകത്തിനെ ആ കണ്ണിൽ നിങ്ങളാണ്, ഓക്കെ. മാറണമെങ്കിൽ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കാത്തവരാരും മാറിയിട്ടില്ല. അല്ലെങ്കിൽ വല്ല ലോട്ടറി അടിച്ച ഭാഗ്യം പോലെ വരണം, എന്തെങ്കിലും ഭാഗ്യം, അത് വെറും പ്രോബബിലിറ്റിയാണ്. അത് വന്ന് ഇല്ലെങ്കിൽ ഇല്ല, ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ലോകത്തിൻ്റെ റൂൾ എന്തോ, മാറണമെങ്കിൽ ആക്ഷൻ എടുക്കണം, ഇതാണ് റൂള്. അപ്പം മാറ്റാൻ പറ്റുന്ന ഇൻസെക്യൂരിറ്റി, നിങ്ങൾക്ക് ഇപ്പോൾ വണ്ണമുണ്ട്, നല്ല വണ്ണമുണ്ട്, എന്ത് ചെയ്യും, നിങ്ങൾ എക്സസൈസ് ചെയ്ത് വണ്ണം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു ഇതിലെഴുതണം. ഞാൻ ആരാണ്, എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എനിക്ക് എന്തൊക്കെയാണ് ഇൻസെക്യൂരിറ്റി ഉള്ളത്, ഓക്കെ. വണ്ണമാണ് ഇൻസെക്യൂരിറ്റി എങ്കിൽ അതിന് നിങ്ങളൊരു 10 ലിസ്റ്റ് എഴുതണം, എന്തൊക്കെ കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത്, ഓക്കെ. അത് കറക്റ്റായിട്ട് ചെയ്യണം. എന്ത് പറ്റും, വണ്ണം കുറഞ്ഞു കേട്ടോ, ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, ഒറ്റപ്പെടുമെന്നുള്ള പേടി എന്ത് ചെയ്യണം, റിയാലിറ്റി ഒരു ഫിലോസഫി ആറ്റിറ്റ്യൂഡ് പറഞ്ഞു തന്നല്ലോ മുമ്പ്, ലോകം മിക്സഡ് ആണ്, ഓക്കെ, എല്ലാ ഇമോഷനും നമുക്ക് വേണം എന്നുള്ള ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡിലൊക്കെ ചിന്തിക്കുമ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഇൻസെക്യൂരിറ്റി എല്ലാം മാറി കിട്ടും. അതുപോലെ നിങ്ങളുടെ സ്വഭാവത്തിൽ, അയ്യോ എൻ്റെ സ്വഭാവം, എനിക്ക് മറ്റുള്ളവരോട് മിണ്ടാനുള്ള കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഫ്രണ്ട് വൈബിൽ പോലും മിണ്ടാൻ പറ്റുന്നില്ല, ഒരു ഗേളിനോട് ഒന്ന് ഫ്രണ്ട് വൈബിൽ മിണ്ടാൻ പറ്റുന്നില്ല, അതൊക്കെ എങ്ങനെ മാറ്റും? അത് നിങ്ങൾ വർക്ക് ചെയ്യണം. അതായത് നിങ്ങൾ റിസർച്ച് ചെയ്യണം, ഒരുപാട് അടുത്ത് റിസർച്ച് ചെയ്യണം. എങ്ങനെ അട്രാക്റ്റീവായിട്ട് സംസാരിക്കാം, എങ്ങനെ നല്ല ബോഡി ലാംഗ്വേജ് വരുത്താം, എങ്ങനെ നിങ്ങൾ ഫണ്ണിയായിട്ട് സംസാരിക്കാം, എങ്ങനെ അപ്രോച്ച് ചെയ്ത് ഫ്രണ്ടാക്കാം, ഓക്കെ. ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾ ആക്ഷൻ എടുത്തേ പറ്റൂ, നിങ്ങൾ എഫേർട്ട് എടുത്തേ പറ്റൂ. എഫേർട്ട് എടുത്ത് നിങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നിങ്ങൾ അതായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നു, ഓക്കെ, അതും മാറും. മാറ്റാൻ പറ്റാത്ത ഇൻസെക്യൂരിറ്റി, ഓക്കെ. ഇപ്പം വേറൊരു കാര്യം പറയാം. ഇപ്പം എൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കുമോ എന്നുള്ള ഇൻസെക്യൂരിറ്റി, അതും നിങ്ങൾക്കറിയാമല്ലോ. ഫസ്റ്റ് ആറ്റിറ്റ്യൂഡ്, എന്ത് മൈരോ നടക്കട്ടെ, ഓക്കെ, ഇതൊന്നും എനിക്കൊരു കെയറില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ്. ഇനിയുള്ളത് മാറ്റാൻ പറ്റാത്ത ഇൻസെക്യൂരിറ്റി. എന്തൊക്കെയാണ്? നിങ്ങളുടെ ശബ്ദം, ഓക്കെ, നിങ്ങളുടെ ശബ്ദം കുറച്ച് കൊള്ളാത്ത ശബ്ദമാണ് നിങ്ങൾക്ക് തോന്നുന്നത്, അതിൻ്റെ ഇൻസെക്യൂരിറ്റി. കണ്ണ് ചിലപ്പോൾ കോങ്ങണ്ണോ അല്ലെങ്കിൽ ഭംഗി നിങ്ങൾക്ക് ഒരളവിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഒരളവ് വരെ, ഒരു പരിധി വരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ നിങ്ങൾക്ക് പൊക്കം വളരെ കുറവാണ്, നിങ്ങൾ ഹാൻഡിക്യാപ്പാണ്, നിങ്ങൾ വികലാംഗനോ അതുപോലെ എന്തെങ്കിലും ആണോ, ഓക്കെ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, സ്വന്തം കാര്യത്തിൽ, അതായത് മറ്റുള്ളവർ എൻ്റെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞാലോ എന്നുള്ള പേടി, ഓക്കെ. ഇതൊക്കെ എങ്ങനെ മാറ്റും? ഇത് മാറ്റാൻ പറ്റത്തില്ല, ഇതാണ് റിയാലിറ്റി. ഞാൻ പറഞ്ഞുതരാം, ഇത് മാറ്റാൻ പറ്റത്തില്ലെന്ന് ഫസ്റ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അതായത് എൻ്റെ ഈ കാര്യങ്ങൾ മാറ്റാൻ പറ്റത്തില്ല, ഓക്കെ. നിങ്ങൾക്ക് ചിലപ്പം മുഖത്തിൻ്റെ ഒരു സൈഡ് മൊത്തം മുറിവ് പോലെ വന്ന് കാണും, അല്ലെങ്കിൽ മനസ്സിലായി, നിങ്ങളുടെ മുഖത്തൊരു വലിയ പാട് കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ഷേപ്പ് ഒരുമാതിരി ചരിഞ്ഞിരിക്കുമായിരിക്കും, വികലാംഗനെ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ബോഡി ഷേപ്പ് ഒന്നുമില്ല, ഓക്കെ. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ബോഡി ഷേമിങ്, അതായത് നിങ്ങൾക്ക് മാറ്റാനേ പറ്റുന്നില്ല, മരുന്ന് കഴിച്ചിട്ട് മാറ്റാൻ പറ്റുന്നില്ല, നിങ്ങൾ നല്ല മെലിഞ്ഞിരിക്കുകയാണ്, അത് മരുന്ന് കഴിച്ചിട്ടോ ഒന്നും ചെയ്തിട്ട് മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ പറയണം, ഞാൻ ഇങ്ങനെയാണ്, ഇതാണ് ഞാൻ, ഓക്കെ, മനസ്സിലായി? അതായത് ഞാൻ ഇങ്ങനെയാണ്, ഇതാണ് ഞാൻ,
ഏത് തയ്യൽ എന്ത് വേണമെങ്കിലും വിചാരിക്കട്ടെ. ഇതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ ഹാൻഡിക്യാപ്പാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കഷണ്ടിയാണ്, മുഖത്ത് എന്തെങ്കിലും പാടുണ്ടോ, ഓക്കെ, ഇതുപോലെ നിങ്ങൾ അല്ലെങ്കിൽ കോങ്ങണ്ണാണ്, നിങ്ങളുടെ സൗണ്ട് ശരിയല്ല, ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുന്നു, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് ഒരാളോട് സംസാരിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് പക്ഷേ അയാൾ എന്ത് വിചാരിക്കും, അപ്പോൾ വിചാരിക്കും എന്ത് മൈരോ വിചാരിക്കട്ടെ, ഓക്കെ, എന്നെ അത് ബാധിക്കത്തില്ല. ഇതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. ഓക്കെ. അതായത് പറ്റത്തില്ല, ഇത് മാറ്റാൻ പറ്റത്തില്ല. ഫസ്റ്റ് അത് അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ ഈ ലെജൻഡ് ഇന്ത്യയിലുള്ള പഴയ ലെജൻഡിൻ്റെ കാര്യമൊക്കെ എടുത്ത് നോക്കണം. അതിൽ അഷ്ടവക്ര മുനി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാൾ ഭയങ്കര മോട്ടിവേഷൻ, ഇൻസ്പയർ ചെയ്യുന്ന ഒരാളാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ചാണക്യനെ പോലുള്ള ഒരു ഫിലോസഫർ പോലുള്ള ഒരാളാണ് അയാൾ അഷ്ടവക്രൻ എന്ന് അയാളെ വിളിക്കാൻ കാരണം 8 ഒടിവുണ്ട് അയാളുടെ ദേഹത്ത്. ഓക്കെ, 8 ഒടിവാണ് അയാളുടെ നടത്തം എന്ന് പറഞ്ഞാൽ. 8 ഒടിവാണ് ദേഹത്ത്. ഓക്കെ, എല്ലാം മൊത്തം ഒടിഞ്ഞ പോലെ ഇരിക്കുന്നത്, കണ്ടയില്ലേ ചട്ടുകാല് പോലെ. ഓക്കെ, ഞാൻ കളിയാക്കുമല്ല, ചട്ടുകാലിൽ കുഞ്ഞിക്കൂനനില്ലേ, കുഞ്ഞിക്കൂനൻ, ആ ഒരു മട്ടാണ് ഏകദേശം. പക്ഷേ നൂന്നാണ് നടക്കുന്നത്. അപ്പം കയ്യിലൊരു കിണ്ടിയൊക്കെ പിടിച്ചോണ്ട്, ഓക്കെ, ഒരു പിച്ചക്കാരൻ പോലെ തോന്നും അയാളെ കണ്ട. ഓക്കെ, അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അയാൾ ഇത്ര ഇതായിട്ട് അയാൾ രാജസദസ്സിലോട്ട് കയറി വരുന്നൊരു സീനുണ്ട്. ഈ ചാണക്യനെ പോലെ അയാളുടെ ആ ഒരു ജീവിതകാലത്തിലുണ്ടായിരുന്ന ഒരു രാജസദസ്സിലോട്ട് കയറി വരുന്ന ഒരു സീനുണ്ട്. കയറി വരുമ്പോൾ അവിടെയുള്ള മന്ത്രിമാരും, അതായത് രാജസദസ്സ് അറിയാലോ, അപ്പുറത്തെ സൈഡിലെ ആളാണ്, ഇപ്പുറത്തെ സൈഡിലെ ആളാണ്, നടുക്കൂടൊരു വഴിയുണ്ട്. ഓക്കെ, നടുക്കൂടുള്ളൊരു വഴി കൂടെ നടന്നു പോകുമ്പോൾ അയാളിങ്ങനെ എല്ലാവരുടെ മുഖത്തോട്ട് ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരും പുച്ഛത്തോടെ നോക്കുവാണ്. ഓക്കെ, അതായത് മറ്റുള്ളവർ അയാളെ എങ്ങനെ അങ്ങ് നോക്കുവാണ്, എന്തോ ഒരു അന്യഗ്രഹ ജീവി പോലെ. ഓക്കെ, അയാളുടെ ആറ്റിറ്റ്യൂഡ് ഏത് മൈര എന്തോ വിചാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ കൂളായിട്ട് നടന്നു നിൽക്കും. ഓക്കെ, അയാൾക്ക് അതൊരു വിഷയമേ അല്ല. ഓക്കെ, അയാളുടെ മൈൻഡിനെ അത് ബാധിക്കത്തില്ല. ഓക്കെ, ഇതിൽ നിന്നൊക്കെ എന്തോ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മൈൻഡിനെ ബാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ മെൻ്റൽ സ്ട്രോങ്ങിനനുസരിച്ച്. ഒരാൾ പറഞ്ഞതുകൊണ്ട് നമ്മളെ ബാധിക്കത്തില്ല, ഒരാൾ പറഞ്ഞിട്ട് നമ്മളെ ബാധിക്കുന്നത് അവരുടെ കുറ്റമായിട്ട് കാണല്. മനസ്സിലായി? നമ്മൾ മെൻ്റലി വീക്കാണെന്നാണ് സമ്മതിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ മെൻ്റലി വീക്കാണെന്ന് അക്സെപ്റ്റ് ചെയ്താലേ നിങ്ങൾക്കത് മാറ്റാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കണം. ആരും എന്തോ വിചാരിക്കട്ടെ, ഇതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. ചിലപ്പോൾ നിങ്ങളുടെ പല്ല് തള്ളിയിരിക്കുമായിരിക്കും. ഓക്കെ, പല്ല് തള്ളിയിരിക്കാവുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, അത് മാറ്റാൻ പറ്റും, അത് മാറ്റിയെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അതിന് പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, പക്ഷേ ഏത് മയിലും എന്തോ വിചാരിക്കട്ടെ, എന്നെ ഇത് ബാധിക്കുന്നുണ്ടോ, എനിക്കിത് ഓക്കെയാണോ, അത് മാത്രം അറിഞ്ഞാൽ അത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ സൗണ്ട് ഇല്ല സൗണ്ട് തോമസ് സിനിമയ്ക്കകത്ത് അതുപോലെയാണ് നിങ്ങളുടെ സൗണ്ട്. ഓക്കെ, പ്രശ്നമില്ല. ഓക്കെ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്തോ, എനിക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, മറ്റുള്ളവർക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ. ഓക്കെ, എനിക്കിത് സാറ്റിസ്ഫാക്ഷൻ ആണോ, എനിക്കിത് തൃപ്തിയാണോ, ഇത് മതി. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. മനസ്സിലായി? അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ 3 ആറ്റിറ്റ്യൂഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ, അത് കറക്റ്റായിട്ട് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് ഒരു വിധത്തിൽ ബെറ്ററായിട്ട് തന്നെ നിൽക്കാൻ പറ്റും. അതായത് ഇൻസെക്യൂരിറ്റി ഒരു പരിധിവരെ ഇതിൽ നിന്ന് തന്നെ മാറിക്കിട്ടും. ഓവർ ഇൻസെക്യൂരിറ്റി, വലിയ ഇൻസെക്യൂരിറ്റിയാണ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾ വല്ല തെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ് ഇതുപോലുള്ളവരെ തന്നെ കാണണം. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഭാവിയിൽ എന്ത് നടക്കും എന്നുള്ള പേടി, അതായത് എന്തെങ്കിലും വരുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ അതുപോലുള്ള ഇൻസെക്യൂരിറ്റികൾ. ഓക്കെ, ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണ് ലെറ്റ് തിങ്സ് ഹാപ്പൻ. ഓക്കെ, ലെറ്റ് തിങ്സ് ഹാപ്പൻ, എന്ത് നടക്കട്ടെ എനിക്കറിയണ്ട. ഓക്കെ, മനസ്സിലായി? മുമ്പ് പറഞ്ഞ അതേ ആറ്റിറ്റ്യൂഡ് തന്നെ, ലെറ്റ് തിങ്സ് ഹാപ്പൻ. ഓക്കെ, മാതിരി എന്ത് വേണമെങ്കിലും നടക്കട്ടെ, അത് വരുമ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം. ഇതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. അതായത് ഇപ്പം പേടിയെക്കുറിച്ച് പറയുന്നെങ്കിലും ഇങ്ങനെ തന്നെ, നിങ്ങൾ ജീവികളെയൊക്കെ നോക്കി, അതായത് ജീവികൾ പേടിച്ച് ഓടുമായിരിക്കും, പക്ഷേ പേടിച്ച് ഓടിയാലും അഥവാ സപ്പോസ് നമ്മളതിനെ പിടിച്ചു കഴിഞ്ഞാൽ സർവ്വശക്തി എടുത്ത് അത് അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ പൂച്ചയുടെ കാര്യം തന്നെ എടുക്കാം. പൂച്ച നമ്മളെ കാണുമ്പോൾ പേടിച്ചോടും. പൂച്ചയുടെ പിന്നാലെ പോയിട്ട് അതിനെ പിടിക്കുന്നവരെ, ഒരു മൂലയിൽ കൊണ്ടിട്ട് അത് പിടിക്കുന്നവരെ അത് പേടിച്ചോടിക്കൊണ്ടിരിക്കും. അഥവാ നമ്മൾ ആ പൂച്ച പെട്ടെന്ന് ചിന്തിക്കണം, ആ പൂച്ച പെട്ടുപോയെന്ന് ചിന്തിച്ചാൽ അതെന്ത് ചെയ്യും, നമ്മൾ അറ്റാക്ക് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കും. ഓക്കെ, വരുമ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്തിട്ട് രക്ഷപ്പെടാൻ നോക്കും. ഓക്കെ, അപ്പം മനുഷ്യനും എല്ലാവരുടെയും ബിഹേവിയർ ഇതാണ്. സബ് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഇതേ ബിഹേവിയറാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം വരുന്നവരെ നമ്മൾ പേടിക്കാൻ പാടുള്ളൂ, വന്നു കഴിഞ്ഞാൽ സകല എഫേർട്ട് എടുത്ത് അതിനെ അറ്റാക്ക് ചെയ്യണം. ഓക്കെ, മനസ്സിലായി? ഇതാണ് നമ്മുടെ ഗോള്. ഇതാണ് റിയാലിറ്റി. ഇപ്പം നിങ്ങൾ ഈ ആറ്റിറ്റ്യൂഡ് സ്വീകരിച്ചില്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഒരു പട്ടി കടിക്കാൻ വരുന്നത്, നിങ്ങൾ ഓടും, എങ്ങോട്ടേലും ഓടിയിട്ട് ഒരിടത്ത് ചെന്നപ്പം അവിടെ അടച്ചിട്ടേക്കുക, വാതിൽ അടച്ചിട്ടേക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? നേരെ നിങ്ങൾ തിരിഞ്ഞിട്ട് ആ പട്ടി അറ്റാക്ക് ചെയ്ത് എങ്ങനെയുള്ള രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, ഇതായിരിക്കും നിങ്ങൾ പിന്നെ ചിന്തിക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെയാണ് ഒരു കാര്യത്തെ രക്ഷപ്പെടാൻ നോക്കും. മാക്സിമം എല്ലാ ലൂപ്പും അടഞ്ഞു പോയാലോ, നിങ്ങളെന്തായിരിക്കും ചിന്തിക്കുന്നത്? നിങ്ങളൊരു കാര്യത്തെ രക്ഷപ്പെടാൻ നോക്കുന്നത്, എല്ലാ ലൂപ്പും അടഞ്ഞാൽ പിന്നെ അതിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. അപ്പോൾ ഇതേ കാര്യം തന്നെ നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുക. വരുന്നത് വരട്ടെ, വരുമ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അത് വേറെ കാര്യം. നിങ്ങൾ മാക്സിമം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് വരുമോ എന്നുള്ള പേടിയാണെങ്കിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, ലെറ്റ് തിങ്സ് ഹാപ്പൻ. വരുമ്പം അവിടെ വെച്ച്
ആ സിറ്റുവേഷനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അത് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തന്നെ ചെയ്തോളും. ഇതാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും, ഇതാണ് സത്യം. അതായത് ഒരു സിറ്റുവേഷൻ വരുന്നത് പേടിയായിരിക്കത്തില്ല, സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന മോഡിലോട്ട് പോകും. അപ്പോൾ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ പറയണം ശരി അത് വരുന്നവരുള്ള പേടിയുള്ളൂ, ഓക്കെ. അതായത് വരുമ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് ഞാൻ പോലും അറിയാതെ എന്ത് ചെയ്യും, അതിനെ എതിരിടണം, ഓക്കെ. അതിനെ തിരിച്ചറ്റാക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ ആറ്റിറ്റ്യൂഡിലോട്ട് പോകും. അപ്പോൾ ഇതാണ് എൻ്റെ സ്വഭാവം, ഇതാണ് എൻ്റെ ബിഹേവിയർ, ഓക്കെ. വരുന്നത് വരട്ടെ എന്നുള്ളത് നിൽക്കുക. അപ്പോൾ വരുന്ന സിറ്റുവേഷൻ അനുസരിച്ച് അപ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം, ഓക്കെ. അപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ അനുസരിച്ച് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മാറ്റാൻ പറ്റത്തില്ലായിരിക്കും. അതായത് ഭാവിയിൽ എന്ത് നടക്കും എന്നുള്ള എല്ലാ കാര്യവും മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, മെജോറിറ്റി ഒരു 55% 60% കാര്യങ്ങൾ നിങ്ങൾ ഈ ആറ്റിറ്റ്യൂഡ് ചിന്തിച്ചാൽ, നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ അങ്ങ് ചിന്തിച്ചാൽ മതി. വരുന്നത് വരട്ടെ, അപ്പം ഞാൻ സോൾവ് ചെയ്യും, ഓക്കെ. വരുന്നത് വരട്ടെ, അവിടെ വെച്ച് ആ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ സോൾവ് ചെയ്തോളാം. ഇതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഓക്കെ. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ കൺസൾട്ടിങ് പോലൊക്കെ കൊടുക്കും. അപ്പോൾ ഒരുപാട് പേര് അല്ലാതെ വിളിക്കും, അതായത് റിലേഷൻ ഇഷ്യൂ അല്ലാതെ എനിക്ക് ജീവിതത്തിൽ ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ്, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ. ചിലരൊക്കെ ആണെങ്കിൽ സൂയിസൈഡ്, ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വിളിക്കും. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ, ലൈഫ് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കണം, അങ്ങനെയൊക്കെ പറയും. എനിക്കാണെങ്കിൽ കേട്ടിട്ട് തന്നെ പേടിയാണ്. ഞാൻ എന്ത് ചെയ്യും, എനിക്കറിയാവുന്ന ഏതെങ്കിലും കൺസൾട്ടിങ് കൊടുക്കുന്നവരാണ്, കൗൺസിലിംഗ് കൊടുക്കുന്നവർ, അവരിലോട്ട് നേരെ തട്ടിവിടും. അപ്പം അവരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അതുപോലുള്ള കൺസൾട്ടിങ് കൊടുക്കുന്ന ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്. അവരും പറയും ഇതുപോലുള്ള ഒരുപാട് കേസുകൾ വരും. ഞാൻ ചോദിക്കും ഇതിൽ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള കേസുകൾ, ഓക്കെ, അതായത് വന്നിട്ടുള്ളത് ഏറ്റവും വേസ്റ്റ് എന്ന് വെച്ചാൽ ഒത്തിരി ഇതുള്ള കേസുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ പറയും വരുന്ന എല്ലാ കേസുകളും ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലുള്ള ആളുകളെക്കുറിച്ച് ഞാൻ ഒരുപാട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവരുടെ ലൈഫിൽ ഒരു മീനിങ്ങും ഇല്ല. സത്യം ഞാൻ പറയുകയാണ്, വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും, എന്നാലും പറയുകയാണ്, അവരുടെ ലൈഫിനൊന്നും ഒരു മീനിങ്ങും ഇല്ല. എന്തിന് ജീവിക്കണം, ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. എൻ്റെ ഇൻസെക്യൂരിറ്റിയാണ്, എനിക്ക് ഓരോരോ ഇൻസെക്യൂരിറ്റികൾ വന്നുകൊണ്ടിരിക്കുക ലൈഫിൽ, എന്തിന് ജീവിക്കണം എന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് അവർക്ക് എന്തിന് ജീവിക്കണം, ഓക്കെ. മരിക്കാതെ, അതായത് സൂയിസൈഡ്, എന്തുകൊണ്ട് സൂയിസൈഡ് ചെയ്യാൻ പാടില്ല എന്നൊരിതില്ല. എന്തുകൊണ്ട് ഞാൻ സൂയിസൈഡ് ചെയ്യാതെ ജീവിച്ചിരിക്കണമെങ്കിൽ അതിനൊരു മീനിങ് അവർക്ക് പറയാനില്ല, ഓക്കെ. ഞാൻ പറയുന്നത്, നിങ്ങൾ ഇൻസെക്യൂരിറ്റി ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടെങ്കിലും ഇൻസെക്യൂരിറ്റി വരും, ഗോൾ ഇല്ലെങ്കിലും ഇൻസെക്യൂരിറ്റി വരും, ഓക്കെ. നിങ്ങൾക്ക് ആങ്സൈറ്റി, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞാൽ ഓവർ തിങ്കിങ് എല്ലാം വരും. നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം ഉണ്ടെങ്കിലും വരും, ലക്ഷ്യമില്ലെങ്കിലും വരും. പക്ഷേ ഈ വരുന്ന ഇൻസെക്യൂരിറ്റി അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളെ അതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിന് ഒരു മീനിങ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സാധിക്കും, നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, ഓക്കെ. അതായത് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം, ഇതിലുള്ള ഇൻസെക്യൂരിറ്റി ഒക്കെ നിങ്ങൾക്ക് മാറ്റണം, എല്ലാത്തിനെയും ഓവർകം ചെയ്ത് നിങ്ങൾക്ക് പോകണമെന്ന് തോന്നാൻ വേണ്ടി വലിയൊരു എയിം നിങ്ങൾക്ക് വേണം, വലിയൊരു മീനിങ് നിങ്ങൾക്ക് വേണം, മനസ്സിലായി. എന്നാലേ നിങ്ങൾക്കൊരു ഇത് കിട്ടും, ഉള്ളിൽ നിന്നൊരു വെറി കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇതെല്ലാം ഓവർകം ചെയ്ത് ഞാൻ പോകണം എന്നുള്ള ഇത് വേണമെങ്കിൽ മീനിങ് അത്രയും വലുതായിരിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ കാമുകിയുടെ വീട്ടിൽ കാമുകി ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, 5 കിലോമീറ്റർ ആയാലും നടന്നു, ഓക്കെ. കാരണം അതിനൊരു മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമോ, ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതെല്ലാം ഓവർകം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മൈൻഡിനൊരു ചോദ്യമുണ്ട്, ഞാനിത് ഓവർകം ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്തോ, എന്തിനു വേണ്ടി ഞാനത് ഓവർകം ചെയ്യണം, ഓക്കെ. ഓവർകം ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഓവർകം ചെയ്യണമെന്ന കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കത്തോലുമില്ല, ഓക്കെ. ഇതാണ് റിയാലിറ്റി. അപ്പം നിങ്ങളുടെ മൈൻഡിനെ അറിയേണ്ട ഇതാണ്, ഞാനിതൊക്കെ ഓവർകം ചെയ്താൽ എനിക്കെന്ത് റിവാർഡ് കിട്ടും, ഓക്കെ, എനിക്കെന്ത് മെച്ചമാണുള്ളത്, എനിക്കെന്ത് നേട്ടമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ വേണ്ടി ഒരു വലിയൊരു മീനിങ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ. ഇല്ലെങ്കിൽ ഞാൻ പറയുവാണ്, ഞാനിപ്പോൾ പറഞ്ഞ ആ ക്ലയൻറ്റിനെ പോലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾ കുറച്ച് നാളിനുള്ളിൽ തന്നെ, ഞാൻ ബെറ്റ് വെച്ച് പറയുകയാണ്, കുറച്ച് നാളിനുള്ളിൽ തന്നെ നിങ്ങൾ ഡിപ്രഷൻ അടിച്ച് സൂയിസൈഡ് ചെയ്യും. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരാൾ സൂയിസൈഡ് ചെയ്യണമെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്തുവാ, നമ്മളൊക്കെ അയ്യോ പെട്ടെന്ന് മരിച്ചു എന്നുള്ള പേടിയായിരിക്കും നമുക്കൊക്കെ, ഓക്കെ. അതായത് മരണത്തിന് പേടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം അധികമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കും. നമുക്ക് ആർക്കെങ്കിലും മരിക്കാൻ ഇഷ്ടമാണോ? ഒരിക്കലും ഇഷ്ടമല്ല. ഞാൻ പറയുന്നത്, അപ്പോൾ ഒരു മനുഷ്യൻ സ്വയം പറയുകയാണ് എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയണമെങ്കിൽ അവൻ്റെ മാനസികാവസ്ഥ എത്രത്തോളം താഴോട്ട് പോയി കാണും, അവൻ എന്ത് ഫീലായിരിക്കും, എത്രത്തോളം ലോ വാല്യായിട്ട് ഫീലായി കാണും, ഓക്കെ. അതായത് അവൻ തന്നെ പറയണം എനിക്ക് മരിച്ചാൽ മതി. ഒരു മനുഷ്യൻ സ്വയം പറയുവാണ് എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയണമെങ്കിൽ അവൻ എത്രത്തോളം നെഗറ്റീവ് മൈൻഡിലായിരിക്കും, എത്രത്തോളം അവൻ എന്തിലായിരിക്കും, ലോ വാല്യൂ ആയിട്ട് ഫീൽ ആകുന്നുണ്ടായിരിക്കും എന്ന് നിങ്ങൾ ആലോചിക്കണം, ഓക്കെ. അപ്പോൾ മനസ്സിലാക്കും,
ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ സൂയിസൈഡ് ചെയ്യും. ഇൻസെക്യൂരിറ്റി വരുന്നു. ഇൻസെക്യൂരിറ്റികൾ വരുമ്പോൾ ഇൻസെക്യൂരിറ്റി ഒരുപാട് കാര്യങ്ങൾ വരുന്നു. നമ്മുടെ ലൈഫിന് ഒരു മീനിങ്ങും ഇല്ല. ഓക്കെ, ഇപ്പോഴായാലും ഞാൻ പറയുകയാണ്, ഇപ്പം എനിക്കായാലും നിങ്ങൾക്കായാലും നമ്മുടെ ലൈഫിന് ഇപ്പോൾ ഒരു മീനിങ്ങും ഇല്ല. ഇപ്പം നമുക്ക് കുറേ ഇൻസെക്യൂരിറ്റി, കുറേ ആങ്സൈറ്റി, നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് എന്തൊരു ഭയപ്പാട്, എന്തോ പേടി, ഉള്ളിൽ എന്തൊക്കെയോ ഭയം, ഇൻസെക്യൂരിറ്റികൾ, ഓക്കെ, എന്തൊക്കെയോ നമ്മൾ എത്ര മാറ്റാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അങ്ങനെയുള്ള ഇത് ഇപ്പം നിങ്ങൾക്ക് വന്നാൽ പോലും നിങ്ങളുടെ ലൈഫിന് ഒരു മീനിങ് ഇല്ലെങ്കിൽ നിങ്ങളുടെ തലയ്ക്കകത്ത് അടുത്ത് വരുന്നത് സൂയിസൈഡ് ആയിരിക്കും. ഇതാണ് സത്യം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ലൈഫിന് വലിയൊരു മീനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇൻസെക്യൂരിറ്റി ആയാലും എത്ര പേടിയായാലും അതിനെ മറികടക്കണമെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ തലച്ചോറിന് കിട്ടും. ഓക്കെ, നിങ്ങൾ ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കണം. നമ്മുടെ തലച്ചോറ് ചിന്തിക്കുന്നത്, ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അതിനെ മറികടക്കണം, കുറച്ച് പാടുപെടണം. തലച്ചോറ് ചിന്തിക്കുന്നത് എനിക്കെന്ത് റിവാർഡ് കിട്ടും. റിവാർഡ് കിട്ടുമെങ്കിൽ ഈ എക്സ്ക്യൂസും ഇതെല്ലാം മറന്ന് നമ്മൾ അതിനെ മറികടന്ന് അപ്പുറത്ത് പോകും. ഞാൻ എക്സാമ്പിൾ പറയാം, ശ്രദ്ധിച്ചേട്ടോ. നിങ്ങളിപ്പോൾ ഞായറാഴ്ച രാവിലെ കിടന്നുറങ്ങുവാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, പോയി പാല് വാങ്ങിയിട്ട് വാടാന്ന് പറയാം. പാല് വാങ്ങാൻ 5 കിലോമീറ്റർ ദൂരമുണ്ട്, നടന്നു വേണം പോകാൻ. അപ്പോൾ നിങ്ങൾ പറയും, എന്നെ അമ്മ 5 കിലോമീറ്റർ നടന്നു പോയി പാല് വാങ്ങിക്കൊണ്ട് വരണോ, എന്നെക്കൊണ്ട് പറ്റത്തില്ല, 5 കിലോമീറ്റർ നടക്കണമെന്നോ, അത് 1 ലിറ്റർ പാലിന് വേണ്ടി എന്ന് പറയും. എന്നിട്ട് നിങ്ങൾ വീണ്ടും കിടന്നുറങ്ങും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാമുകി വിളിക്കുവാണ്. കാമുകി 5 കിലോമീറ്റർ ദൂരെയാണ് കാമുകിയുടെ വീടെന്ന് വെച്ചു. കാമുകി പറയാണ്, ചേട്ടാ വീട്ടിൽ അച്ഛനും അമ്മയൊന്നുമില്ല, എല്ലാവരും പള്ളിയിൽ പോയി, അപ്പം ഒന്ന് വരാമോ, വരാൻ പറ്റുമെങ്കിൽ ഒന്ന് വാ, ചേട്ടൻ ബിസി അല്ലെങ്കിൽ വാ, ബിസി ആണെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഒന്ന് വരുമെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 5 കിലോമീറ്റർ അല്ല 10 കിലോമീറ്റർ ആയാലും നടന്നോ ഓടിയോ എങ്ങനെയെങ്കിലും നിങ്ങളെത്തും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, രണ്ടും 5 കിലോമീറ്ററാണ്. പാൽ സൊസൈറ്റിയിൽ പോകാനും 5 കിലോമീറ്ററാണ്, കാമുകിയുടെ വീട്ടിൽ പോകാനും 5 കിലോമീറ്ററാണ്. എന്തുകൊണ്ട് കാമുകി പറഞ്ഞപ്പോൾ നിങ്ങൾ ചാടി ഇറങ്ങിപ്പോയി എന്ന് വെച്ചാൽ, ഒരു റിവാർഡ് എന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറ് ചിന്തിക്കുന്നത് ഒരു വലിയൊരു മീനിങ് ഉണ്ട്. നിങ്ങൾ 5 കിലോമീറ്റർ ഓടിപ്പോയാലും കഷ്ടപ്പെട്ട് അപ്പുറത്ത് ചെന്നാൽ അതിലൊരു മീനിങ് ഉണ്ട്, അതിനൊരർത്ഥമുണ്ട്. അപ്പോൾ തലച്ചോറ് ചിന്തിക്കുന്നത് നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കത്തില്ല. അയ്യോ ഞാൻ പാടുപെട്ട് പോകണം, ഓടിപ്പോണം, ഞാൻ വിയർക്കും, ഇതൊന്നും ചിന്തിക്കാതെ 1 ലിറ്റർ പാലിൽ നിന്ന് കിട്ടുന്ന സന്തോഷമല്ല കാമുകിയുടെ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മീനിങ് ഉണ്ടെങ്കിൽ ഈ ഇൻസെക്യൂരിറ്റി മറികടക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു ഉള്ളിൽ നിന്നൊരു വെറി വരും. വെറി എന്ന് വെച്ചാൽ അർത്ഥം എന്ന് വെച്ചാൽ ഉള്ളിൽ നിന്നൊരു ആവേശം, ഇല്ല എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ തോറ്റു കൊടുക്കില്ല, പിന്നോട്ട് പോകില്ല എന്നുള്ളൊരു ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും. അപ്പം നിങ്ങൾക്ക് അതെന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിന് ഒരു മീനിങ് ഉറപ്പായിട്ടും വേണം. അതെന്ത് വേണേലും ആയിക്കോട്ടെ. നിങ്ങൾക്കിപ്പോൾ കാശുണ്ടാക്കണം, ഇല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും നല്ലപോലെ നോക്കണം, അവർക്കൊരു വീട് വെച്ച് കൊടുക്കണം. അപ്പം അച്ഛൻ്റെ അമ്മയുടെ കടമെല്ലാം മാറ്റിയിട്ട് അവരെ പണിക്ക് വിടാതെ വീട്ടിലിരുത്തണം. എൻ്റെ അനിയത്തിയുടെ കല്യാണം നടത്തി കൊടുക്കണം, അവൾ സന്തോഷത്തോടെ എൻ്റെ മുമ്പിൽ ജീവിക്കണം. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു മീനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർത്തത്തില്ല, നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ എന്നെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമല്ല എങ്കിലും പറയാണ്. വീട്ടുകാരെന്തേലും പറയും, നാട്ടുകാരെന്തേലും പറയും. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളവന്മാരൊക്കെ ഇപ്പം സർക്കാർ ജോലി ചെയ്തിപ്പം ഒരു 20,000 30,000 ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. എനിക്ക് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. ഞാൻ നോളജിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാശ് കുറവാണെങ്കിലും ഞാൻ നോളജിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ബുദ്ധിമുട്ട് വരും. ഞാൻ സെയിൽസിൽ പോകുന്ന സമയത്ത് സാലറി വളരെ കുറവായിരുന്നു. വെയിൽ കൊള്ളണം, കാറ്റ് കൊള്ളണം, കാറ്റ് കൊള്ളണ്ട, ഞാൻ പറയുന്നത് വെയിൽ കൊള്ളണം. അതായത് ഒരുപാട് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, വന്ന വഴി കൂടെ വീണ്ടും പോകണം, പ്രോഡക്റ്റ് സെയിൽ, ഓർഡർ കൊടുത്തെടുത്ത് പിറ്റേന്നും അവിടെ തന്നെ പോകണം. പല കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ സാലറി വളരെ കുറവാണ്. ഞാൻ ചെയ്യുന്ന കഷ്ടപ്പാട് നോക്കിക്കഴിഞ്ഞാൽ 15 കിലോ ബാഗ് തൂക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടക്കണം. നാട്ടിൽ വിലയില്ല, വീട്ടിൽ കാർത്തൂപ്പും. എന്നിട്ടും അത് ചെയ്യണമെങ്കിൽ മനസ്സിലായി, എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് അവതരിപ്പിക്കാനുള്ള കഴിവ് വേണം, ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവ് എനിക്ക് വേണം, ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സ്കില്ല് ഞാൻ കണ്ടുപിടിക്കണം. അത് വേണം, ഇത് വേണം, എനിക്ക് ഭാവിയിൽ അത് വേണം, ഇത് വേണം, എനിക്ക് ആളുകളോട് സംസാരിച്ച് എക്സ്പീരിയൻസ് വേണം, ആളുകളോട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, ആളുകളുടെ പെരുമാറ്റം പഠിക്കണം. ഇതുപോലെ ആയിരക്കണക്കിന് കാര്യങ്ങൾ തലയ്ക്കകത്തുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും വലിയൊരു എയിം ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഇതൊന്നും ഒരു വിഷയമല്ലാത്ത പോലെ പട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും. കാരണം അതൊരു വലിയ കാര്യമായിട്ട് കാണുന്നില്ല. അപ്പം നിങ്ങൾ വലിയൊരു മീനിങ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതായത് നിങ്ങൾ തന്നെ ഉള്ളിൽ നിന്നൊരു ഒരു വെറി നിങ്ങൾക്ക് വരും. അതായത് ഇത് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഇത് താണ്ടി അപ്പുറത്ത് ഞാൻ ചെല്ലണമെന്ന് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തോന്നി തുടങ്ങും. മനസ്സിലായി? അതിന് വലിയൊരു മീനിങ് നിങ്ങൾക്ക് വേണം. അതായത് ഇവിടുന്ന് അക്കരെ ചെല്ലണമെങ്കിൽ അക്കരെ വലിയൊരു മീനിങ് നിങ്ങൾക്ക് വേണം. അപ്പം നിങ്ങൾ തന്നെ ഉള്ളിൽ നിന്നൊരു വെറി വരും. മനസ്സിലായോ?